ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കുക്കറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് മുകൾ ഭാഗത്തേക്ക് പൊങ്ങി നിൽക്കുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നല്ല രീതിയിൽ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ക്യാരറ്റ് മാത്രമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിന് ജാർ എടുക്കുക. ഇതിലേക്ക് ഈ ഒരു ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പിൻ്റെ 3/4 ഭാഗത്തോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ഉണ്ടാകും, ഒരു 1/4 കപ്പിനേക്കാളും കൂടുതലായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം കോൺഫ്ലവർ എടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അതൊന്ന് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുന്തിരിക്ക് നന്നായിട്ട് വീർത്ത് പൊങ്ങിയിട്ട് വന്നാൽ ഇതങ്ങ് കോരി മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. അണ്ടിപ്പരിപ്പും കൂടെ ആയിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ക്യാരറ്റും മുട്ടയൊക്കെ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ആ ഒരു വഴറ്റി എടുത്തിട്ടുള്ള ആ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ ഈ ഒരു മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. താഴെ ഒരു പഴയ പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അടിച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ നേരത്തെ ആ ഒരു വഴറ്റി എടുത്തിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിന് മുകളിലേക്ക് അങ്ങ് ഇതുപോലെ വെച്ചുകൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ പോളത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളൊക്കെ കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പാനിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റാണിത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോരുന്ന ആ ഒരു ടൈപ്പാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പി തന്നെ ആകും. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്